നമസ്കാരം. ഇതാണ് കുഴപ്പം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് സർക്കാരിനെതിരായി അഴിമതി കഥകളുടെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് കയ്യടി നേടുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷം സ്വന്തം പാളയത്തിൽ പിഴച്ചു എന്ന് പറയേണ്ടി വരും. ഒരു കോൺഗ്രസ് നേതാവിന് ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ പിളർന്ന് ഒരു പരുവമായ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അതിനിടയിലാണ് KPCCയുടെ തലപ്പത്തേക്ക് കെ സുധാകരൻ വരുന്നതും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പതിവ് ചിട്ടകളെല്ലാം മറികടന്ന് VD സതീശൻ എത്തുന്നതും. എന്നാൽ ഇതെല്ലാം പെട്ടെന്ന് കലങ്ങിത്തെളിയും എന്ന് കരുതിയ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പോലും പ്രതി ചേർത്തുകൊണ്ട് കോടതിയിൽ വരെ ഹർജിയെത്തി. ഇതോടെ ഗ്രൂപ്പ് പോര് വീണ്ടും കോൺഗ്രസിൽ സജീവമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പുകളാണ് AI ഗ്രൂപ്പുകൾ എന്നും ഓർക്കണം. ഈ ഗ്രൂപ്പുകളാണ് ഇടഞ്ഞു നിൽക്കുന്നത്. അവരുയർത്തുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെയാണ്. അക്ഷരാർത്ഥത്തിൽ VD സതീശനെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നു എന്ന് തന്നെ പറയാം. KPCC അധ്യക്ഷൻ കെ സുധാകരനെ മറയാക്കിക്കൊണ്ട് VD സതീശൻ പാർട്ടി പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് ഇരു ഗ്രൂപ്പുകളും ഉയർത്തുന്ന വാദം. അതേസമയം ഇവരുടെ എതിർപ്പിനെ അവഗണിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ സമവായ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്താനാണ് KPCC ശ്രമിക്കുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തരൂരും മറ്റ് കോൺഗ്രസ് നേതാക്കളും KPCCയുടെയും പുതിയ നേതൃത്വത്തിൻ്റെയും നീക്കങ്ങൾക്കെതിരായി നിൽക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ കണക്ക് കൂട്ടുന്നതും മുന്നറിയിപ്പ് നൽകുന്നതും. അതേസമയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ജനസമ്മതിയുള്ള നേതാക്കളുടെ കുറവുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വിലയിരുത്തി. ഉമ്മൻചാണ്ടിയെ പോലെയോ K കരുണാകരനെ പോലെയോ ഉള്ള നേതാക്കൾ കോൺഗ്രസിനെ നയിക്കാനില്ലാത്തത് വലിയ പോരായ്മയാണെന്നാണ് മുരളീധരൻ അഭിപ്രായപ്പെടുന്നത്. ഇത് നിലവിലുള്ള നേതൃത്വത്തിനോടുള്ള പരോക്ഷ വിമർശനമായി തന്നെ നമുക്ക് വിലയിരുത്താം. പുതിയ നേതാക്കൾ വന്നതിന് ശേഷം സമുദായങ്ങളുമായി കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്ന നല്ല ബന്ധവും നഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇതിനിടയിൽ ശശി തരൂർ നടത്തിയ മന്നം ജയന്തി ആഘോഷത്തിലെ പ്രവർത്തനവും അതിന് NSSൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപ് കോൺഗ്രസിലുണ്ടായിരുന്ന നേതാക്കന്മാരെ ഒക്കെ തന്നെയും പുറത്തു നിർത്തിയപ്പോൾ, അതുമല്ലെങ്കിൽ അധികാരസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോഴും VD സതീശനും K സുധാകരനും ഓർക്കാതെ പോയത് ഈ പാളയത്തിൽ പടയെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയെ അടക്കി ഭരിച്ചിരുന്ന K കരുണാകരനെതിരായി പോലും ശക്തമായ നീക്കം നടത്തിയ ഒരു പാർട്ടിയും പ്രവർത്തകരുമാണ് ഒപ്പമുള്ളത് എന്ന് VD സതീശൻ ഓർക്കാതെ പോയി. അതിനിടയിൽ തനിക്കെതിരെ ഒരു പടയൊരുക്കം നടത്തിയത് കോൺഗ്രസ്സുകാരായ തന്നെ നേതാക്കളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് സതീശൻ പറയുമ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന AI ഗ്രൂപ്പുകളെ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ് VD സതീശൻ. പണ്ട് ദിവസവും ഗ്രൂപ്പ് യോഗങ്ങൾ നടന്ന നാടാണെന്നും ഗ്രൂപ്പ് യോഗങ്ങൾ നല്ലതല്ലേ എന്നും സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ശരിയല്ലെന്നും സതീശൻ പറയുന്നുണ്ട്. അതിനിടെ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എത്തുന്ന താരിഖ് അൻവർ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ താരിഖ് അൻവറിന് അറിയില്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധമാണ് ഇവിടുത്തെ ഗ്രൂപ്പുകളുടെ വളർച്ച. എന്തായാലും മുരളീധരൻ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ 2004 സംഭവിച്ചത് 2024 ആവർത്തിക്കും.